ഹരിശ്രീ ഗണപതി നമ അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വൃശ്ചിക മാസത്തിലെ രാശിയാണ്. വൃശ്ചിക മാസം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് ഉള്ളതാണ്. 27 നാളുകൾക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ മാസവും ഉണ്ടാവുമല്ലോ രാശികൾക്ക് മാറ്റം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ല് തൊടുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗമുണ്ട്. അതൊന്ന് തൊട്ട് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ലഭിക്കും. നമ്മൾ ഇന്ന് പറയുന്നത് മകം പൂരോത്രം. മകം എന്നതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പാപഗ്രഹങ്ങളൊന്നും തന്നെ അനുകൂല ഭാവത്തിലല്ല. അതുകൊണ്ട് തന്നെ മനസ്സുഖം കുറയാം, ആരോഗ്യം മോശമാകും, മരുന്നുകൾ വാങ്ങേണ്ടതായിട്ട് വരും, തൊഴിലിൽ ഉയരാനും സാധിക്കില്ല. അതിന് അത്യധ്വാനം ആവശ്യമാണ്. പലരും സഹായ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നതൊക്കെ എല്ലാം വൃഥാവിലാകും. അതുകൊണ്ട് തന്നെ പണമിടപാടുകളിൽ ജാഗ്രത പുലർത്തണം. അങ്ങനെ പണമിടപാടുകൾ ചെയ്യുമ്പോൾ തന്നെ രേഖകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. 11ലേക്ക് വ്യാഴം പ്രവേശിക്കാൻ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 17ലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ ഒഴിയാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവുകളൊക്കെ അംഗീകരിക്കപ്പെടും. ഏജൻസികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് പുഷ്ടിപ്പെടും. ശ്രമിച്ചാൽ വായ്പകളൊക്കെ തരപ്പെടും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിപ്പോകും. ജ്യേഷ്ഠതുല്യനായിട്ടുള്ള സഹോദരൻ, ചിലപ്പോൾ അത് സ്വന്തം ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ജ്യേഷ്ഠനെപ്പോലെ കാണുന്നവരോ ഒക്കെ പിന്തുണയ്ക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മുടക്കമില്ലാതെ നടന്നു കിട്ടും. അതൊക്കെ നടക്കും. ഇത്രയും കാര്യങ്ങളാണ് മകം നാളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി പൂരം നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പോരാട്ട വീര്യം ഈ സമയത്ത് നിങ്ങൾ പുലർത്തേണ്ട ഒരു സമയമാണ്. അതായത് ചെറിയ നേട്ടങ്ങൾ നമുക്ക് ദിവസമുള്ള കാര്യങ്ങൾക്ക് അതുകൊണ്ട് കാര്യങ്ങൾ നടക്കും. ചെറിയ ചെറിയ നേട്ടങ്ങൾ, അതിപ്പോൾ സാമ്പത്തികമായാലും നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകും. ചൊവ്വയും ആദിത്യനും 4ലും 5ലുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ പഠനവും ജോലിയും ഇതിലൊക്കെ പിരിമുറുക്കം അനുഭവപ്പെടാം. പുതിയ ജോലി തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് തുടർന്നുകൊണ്ടേയിരിക്കും. ജോലിയിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പ്രോത്സാഹനം കിട്ടാൻ സാധ്യത കുറവാണ്. വ്യാഴം 11ലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികത്തിൽ കുറച്ച് ആശ്വാസം വരാൻ സാധ്യതയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. നമ്മളെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കുന്നതും ദേവി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളാണല്ലോ. ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ ദൈവത്തെ മുറുകെ പിടിക്കുക, അമ്പലങ്ങൾ സന്ദർശിക്കുന്നത് നന്നായിരിക്കും. ആശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൂരത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഉത്രം നാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ചിങ്ങക്കൂറുകാരായ ഉത്രനാളുകാർ ദേഷ്യം നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. സാഹസമുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറേണ്ടതാണ്. ആലോചിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതായത് ഉദ്യോഗസ്ഥരുടെ നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രയത്നം നിങ്ങളുടെ മേലധികാരികൾ കണ്ടില്ലെന്ന് നടിക്കും.
അതുകൊണ്ട് തന്നെ സന്തോഷവും പ്രതീക്ഷയും കൈവിട്ടു പോകും എന്ന് നിങ്ങൾക്ക് തോന്നാം. എങ്കിലും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കും. പക്ഷെ കന്നിക്കൂറുകാരായ ഉത്തരനാളുകാർക്ക് പിരിമുറുക്കം കുറഞ്ഞ് ഇതായിട്ട്, അതായത് നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട അനുമതിയൊക്കെ ലഭിക്കും. ആത്മവിശ്വാസമൊക്കെ ഉയർന്നു വരും. പ്രണയിതാക്കൾക്ക് ആഹ്ലാദമുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.